ഹലോ ഗായ്സ്, നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ദീപാവലിയാണ്. എല്ലാവർക്കും ദീപാവലി ആശംസകൾ. പതിവ് പോലെ ഞാൻ കാലത്ത് ക്ലാസ്സിലേക്ക് പോവാണ്. നമ്മുടെ ക്ലാസ്സിൻ്റെ താഴെ ഇന്നലെ രാത്രി നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നല്ല ചെളി കെട്ടിയിട്ടുണ്ട്, വെള്ളം കയറിയിട്ടുണ്ട്. തൊട്ടപ്പുറത്തെ ഫാമിലി സൂപ്പർ മാർക്കറ്റിലൊക്കെ നല്ല വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ അവിടെ കടയൊക്കെ അവർ അടച്ചിട്ടിട്ട് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. റോട്ടിലൊക്കെ നല്ല ചെളി കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ ബ്ലോക്കായി കിടക്കുന്നുണ്ടാവും. വല്ല ചാലിലൊക്കെ വെള്ളം പോവാതെ മണ്ണെങ്ങാനും കെട്ടി ബ്ലോക്കായി കിടക്കുന്നുണ്ടാവും. അല്ലാച്ചെങ്കിൽ വെള്ളം അങ്ങനെ കയറി വരാറില്ല. അപ്പോൾ എന്തായാലും നമ്മളിതേ ക്ലാസ്സിലെത്തി. നമുക്ക് കുറച്ച് പണികളുണ്ട് ഇവിടെ. ക്ലാസ് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് വെച്ചതാണ് കേട്ടോ. ശങ്കരേട്ടൻ പറഞ്ഞിട്ട്, ശങ്കരേട്ടൻ ആവശ്യമുണ്ട് പറഞ്ഞിട്ട് കൊണ്ടുവന്ന് വെച്ചതാണ് കറ്റാർവാഴ. അപ്പോൾ നമ്മൾ വൈകുന്നേരം പോകുമ്പോൾ ഞാനത് അകത്തേക്ക് എടുത്ത് വെച്ചിട്ട് പോവും. കാലത്ത് അതെടുത്തിട്ട് പുറത്തേക്ക് വെക്കും, ആ സൂര്യപ്രകാശം കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ നമ്മൾ ഓരോരോ പണികളായിട്ട് സ്റ്റാർട്ട് ചെയ്തു. ആദ്യം ഇന്ന് ക്ലാസ്സുള്ള ദിവസമാണ്, ദീപാവലിക്കല്ലേ, അപ്പോൾ കുട്ടികൾക്ക് സ്കൂളില്ലല്ലോ. അപ്പോൾ നമ്മൾ ക്ലാസ് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുട്ടികൾ വെള്ളം കുടിക്കുന്ന ക്ലാസ്സാണ് കേട്ടോ. അപ്പോൾ ആദ്യം അത് കഴുകി കൊണ്ടുവന്ന് വെച്ചു. പിന്നെ ഒരു മേശയുണ്ട്, മേശയല്ല ഒരു ബെഞ്ചുണ്ട്. അപ്പോൾ അത് ക്ലീൻ ചെയ്തിട്ടാണ്. അത് ശങ്കരേട്ടൻ എക്സസൈസ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ മുകളിലൊക്കെ ചവിട്ടിയിട്ട് നല്ല മണ്ണുണ്ടാവും. അപ്പോൾ അതാദ്യം തുടച്ച് വൃത്തിയാക്കി ഇടും. അപ്പോൾ നമുക്ക് ഇരിക്കുകയൊക്കെ ചെയ്യാം. ശങ്കരേട്ടൻ രാത്രിയാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പകൽ അതിൻ്റെ മുകളിൽ ഇരിക്കുകയൊക്കെ ചെയ്യാമല്ലോ. അങ്ങനെ ഓരോരോ പണികളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. മേശ ഇതൊക്കെ തുടയ്ക്കാനുണ്ടാവും. അതൊക്കെ ചെയ്തതിന് ശേഷം ലാസ്റ്റാണ് ഞാൻ ഫ്ലോറ് ക്ലീൻ ചെയ്യുക. ആദ്യം ഇതൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷമാണ് ഫ്ലോറ് ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് ടാസ്ക്കാണ് ഫ്ലോറ് ക്ലീൻ ചെയ്യുന്നത്. കാരണം ഒരു ഏരിയ കംപ്ലീറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വെള്ളം അധികം പിഴിഞ്ഞ് കളഞ്ഞിട്ടല്ല തുടയ്ക്കുക, വെള്ളം പിഴിയാതെയാണ് തുടയ്ക്കുക. അപ്പോൾ നമുക്ക് വേഗം തുടയ്ക്കൽ കഴിയും. അപ്പോൾ ദീപാവലി ആയതുകൊണ്ട് നമ്മുടെ വീടിൻ്റെ പരിസരങ്ങളിലൊക്കെ പടക്കം പൊട്ടിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ വിഷുവിനൊക്കെയാണ് കൂടുതലും ഇവിടെ നമ്മുടെ നാട്ടിലെ ആൾക്കാർ പ്രാധാന്യം കൊടുക്കുന്നത്. പിന്നെ വിഷുവിനൊക്കെ പടക്കമൊക്കെ പൊട്ടിക്കുക. പക്ഷേ ഇപ്പോൾ ദീപാവലിയും ആൾക്കാർ നല്ല രീതിയിൽ ആഘോഷിച്ച് തുടങ്ങി. അപ്പോൾ പടക്കം പൊട്ടുന്ന സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ചില്ല് കുറച്ച് വൃത്തികേടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ചില്ലും ഒന്ന് തുടച്ച് ക്ലീനാക്കി. ഇപ്പം നല്ല കാറ്റൊക്കെ ഉള്ള കാരണം കൊണ്ട് ചില്ലിൻ്റെ മുകളിലേക്കൊക്കെ നല്ല പൊടി വരുന്നുണ്ട്. അപ്പോൾ എത്ര തുടച്ചിട്ടാലും അതിങ്ങനെ ഇതായിട്ട് കിടക്കും. പിന്നെ നമ്മൾ തുണി കൊണ്ട് തുടയ്ക്കുന്ന സമയത്ത് ആ തുണിയുടെ ഒരു സംഭവം അതിൻ്റെ മുകളിൽ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്നുണ്ടായിരിക്കും കേട്ടോ. അങ്ങനെ തുടയ്ക്കൽ യജ്ഞം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരു സൈഡിൽ നിന്ന് അങ്ങനെ ഞാൻ കുറച്ച് സ്പീഡ് അടിച്ച് വിട്ടേക്കാണ് കേട്ടോ. അപ്പോൾ അതല്ലാത്ത പക്ഷം ഒരുപാട് നേരം ഉണ്ടാവും വീഡിയോ. നിങ്ങൾക്കെന്നെ കണ്ടാൽ ബോറടിക്കും. അപ്പോൾ അത് കാരണം ഞാൻ കുറച്ച് സ്പീഡ് അടിച്ച് വിട്ടു. കാണുമ്പോൾ നല്ല രസമാണ്, പക്ഷേ ചെയ്യണത് ഭയങ്കര ടാസ്ക്കാണ്. കുട്ടികളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഷൂ ഇതിൻ്റെ ഉള്ളിൽ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. പ്രാക്ടീസിന് വരുമ്പോൾ ഷൂ ഇതിൻ്റെ ഉള്ളിൽ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. എന്നാലും അതിൽ ഇവിടെ ചവിട്ടിയിട്ട് ഉറഞ്ഞിട്ടും ഒക്കെ മണ്ണുണ്ടാവും കേട്ടോ. ഇത് ചില സ്ഥലങ്ങളിൽ സിമൻറ്റ് വിട്ടിട്ടുണ്ടാവും. അപ്പോൾ അവിടെയൊക്കെ ഷൂ ഇടുന്ന സമയത്ത് അവിടെ നിന്ന് തന്നെ മണ്ണുണ്ടാവും. പിന്നെ ചില കുട്ടികൾ ഈ ഷൂ പുറത്ത് യൂസ് ചെയ്യണവരുണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് മണ്ണുണ്ടാവും. അപ്പോൾ നമ്മൾ അവരെന്നെ അതിൽ കിടന്ന് ഉരുണ്ട് മേല് ഫുള്ള് മണ്ണാവും. അപ്പോൾ ചില ആൾക്കാർക്ക് ചൊറിച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ഇൻഫെക്ഷനൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മൾ ക്ലാസ് തുടങ്ങണേറ്റ് മുന്നേ നന്നായി തുടച്ച് വൃത്തിയാക്കിയിടും. അത് കഴിഞ്ഞ് ക്ലാസ് കഴിഞ്ഞാലും തുടച്ചിടും കേട്ടോ. അതെൻ്റെ ആരോഗ്യത്തിനനുസരിച്ചിരിക്കും പിന്നീട് 2 പ്രാവശ്യമൊക്കെ തുടയ്ക്കുന്നത്. അതല്ലെങ്കിൽ ഞാൻ പിറ്റേ ദിവസം തുടയ്ക്കുള്ളൂ. അപ്പോൾ അങ്ങനെ തുടയ്ക്കൽ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനിന്ന് കുറച്ച് നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം നമ്മുടെ താഴെ ഒരു ഫാമിലി താമസിക്കുന്നുണ്ട്. അപ്പോൾ അവർ ദീപാവലിയൊക്കെ നന്നായി ആഘോഷിക്കുന്നതാണ്. അപ്പോൾ അവരവിടെ പടക്കം പൊട്ടിക്കുന്നുണ്ട് എന്നൊക്കെ ശങ്കരേട്ടൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കാണാമെന്നുള്ള രീതിയിൽ ഞാൻ കുറച്ച് നേരത്തെ വന്നതാണ്. നോക്കുമ്പോൾ അവർ അതൊക്കെ വേഗം നിർത്തിയേക്കണു. ഇനിയിപ്പോൾ വൈകുന്നേര സമയത്തൊക്കെ ഉണ്ടാവുള്ളൂ, രാത്രിയൊക്കെ പിന്നെ അവർ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ അതൊന്നും എനിക്ക് കാണാൻ പറ്റിയില്ല. ഞാൻ അത് കാണാമെന്നൊക്കെ വിചാരിച്ച് കുറച്ച് നേരത്തെ വന്നതാണ്. എനിക്ക് ഭാഗ്യമില്ലാണ്ട് പോയി, അല്ലാണ്ട് ഇപ്പം എന്താ പറയുക. അങ്ങനെ ഞാനതങ്ങോട്ട് ആ വിഷമം ഞാനങ്ങോട്ട് സഹിച്ചിട്ട് അവിടെ ഫുള്ളങ്ങോട്ട് തുടച്ച് വൃത്തിയാക്കി എടുത്തു. അപ്പോൾ തന്നെ എനിക്ക് നന്നായി വിശക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ കാലത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് നൂൽപുട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു. എൻ്റെ ഇഡ്ഡലി ചെമ്പിന് ഓട്ട വീണ കാരണം കൊണ്ട് വീട്ടിൽ നൂൽപുട്ട് ഉണ്ടാക്കാൻ യാതൊരു പാകമില്ല ഗൈസ്. അപ്പോൾ എനിക്ക് നൂൽപുട്ട് കഴിക്കണം എന്ന് തോന്നിയപ്പോൾ ഞാൻ കടയിൽ പോയിട്ട് മേടിച്ചു.
പക്ഷേ പതിവ് പോലെ സാമ്പാർ അങ്ങോട്ട് ശരിയായില്ല. അവിടുത്തെ സാമ്പാർ നല്ല ടേസ്റ്റ് ഉണ്ടാവാറുണ്ട്. പക്ഷേ എന്തോ സാമ്പാർ വയ്ക്കണ ആൾ മാറിയെന്ന് തോന്നുന്നു. സാമ്പാർ അത്ര ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. എന്നാലും നൂൽപുട്ട് നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നൂൽപുട്ട് സാമ്പാർ നല്ലതാണെന്നുള്ളത് മനസ്സിലങ്ങോട്ട് വിചാരിച്ച് ഞാൻ ആ നൂൽപുട്ട് അങ്ങോട്ട് കഴിച്ചു. പിന്നെ ഒരു ഉഴുന്നുവട ഉണ്ടായിരുന്നു കേട്ടോ. പൊതുവേ തടി കൂടിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളൊരു അഭിപ്രായമുണ്ട്. ഞാനത് കുറയ്ക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഭക്ഷണം കുറച്ച് കൺട്രോൾ ചെയ്ത് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ചില സമയത്ത് നമുക്ക് ചില സാധനങ്ങളൊക്കെ കാണുമ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് തോന്നും. എന്നാലും ഞാൻ കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരാൾ കുറച്ച് തെങ്ങ് കയറിയിട്ട് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഫോണിൽ നിന്നിട്ട് ആരോടൊക്കെയോ എന്തൊക്കെയോ നുണങ്ങനെ പറഞ്ഞടിച്ച് വിട്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ആളങ്ങനെ പോയി. പിന്നെ ഉച്ചയ്ക്ക് ഞങ്ങൾ ഫുഡ് കഴിച്ചു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഡെയിലി വ്ളോഗ് എടുക്കുന്ന ഒരു സംഭവം ഇപ്പോൾ കുറേ നാളില്ലാതിരുന്ന കാരണം കൊണ്ട് ഫുഡ് കഴിക്കുന്ന സമയത്തൊക്കെ വ്ളോഗ് എടുക്കുന്ന കാര്യം ഞാൻ മറന്നുപോയി. പിന്നെ കുട്ടികൾ വന്നിട്ട് ക്ലാസ് തുടങ്ങിയപ്പോഴാണ് കേട്ടോ ഞാൻ വീണ്ടും വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തത്. നമ്മുടെ ദീപാവലിയൊക്കെ ആയിട്ട് കുട്ടികളെല്ലാവരും ഉണ്ടാവും എന്നൊക്കെ വിചാരിച്ച് ക്ലാസ് വെച്ചതാണ്. പക്ഷേ 3 കുട്ടികളുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ വന്ന കുട്ടികൾക്ക് നമ്മൾ ക്ലാസ് കൊടുത്തു കേട്ടോ. അങ്ങനെ നമ്മൾ വൈകിട്ട് ഞാൻ വീണ്ടും ഒന്നും കൂടി തുടച്ചു വൃത്തിയാക്കി നമ്മൾ ചായ കുടിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഒരു കുട്ടി വ്ളോഗായിരുന്നു. ഒരു ദിവസത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ഗായ്സ്.